ഇപ്പോഴൊക്കെ സർക്കാരും ആരോഗ്യമന്ത്രിയും എല്ലാവരും ഹർഷിനന്റെ കൂടെയാണ്. ഹർഷിനക്ക് നീതി ഉറപ്പാക്കുന്ന വാക്കുകളാൽ വെറുതെ പറയാന്നല്ലാണ്ട് ഇതുവരെ നമുക്ക് പ്രവൃത്തിയിൽ ഇതുവരെ ഒരു ഹെൽപ്പും വന്നിട്ടില്ല. അവർ ചെയ്തിട്ടുമില്ല. ഇപ്പോഴും വീണ്ടും ഒരു സർജറി അതിനെ തുടർന്ന് ചെയ്യേണ്ടായി. സാമ്പത്തികമായിട്ട് എല്ലാ വിധത്തിലും ഞങ്ങളെ തകർന്ന്, ഞങ്ങളുടെ കുടുംബം തന്നെ ശരിക്കും തകർന്നു. ഹസ്ബൻഡിന്റെ ജോലിയും ബിസിനസ്സും ഒക്കെ നശിച്ചു. ഇനി മരണം വരെ എത്ര സർജറികൾ വേണ്ടി വരും എന്നുള്ളത് പോലും ഒരു നിശ്ചയവുമില്ല. ഡോക്ടേഴ്സ് പോലും പറയുന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്താവും എന്നുള്ളത്. നമസ്കാരം. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം കഴിഞ്ഞ ഒരു വർഷക്കാലമായി വലിയ ദുരിതം അനുഭവിക്കുന്ന അനുശ്രീ എന്ന പെൺകുട്ടിയെക്കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് പേര് ചോദിച്ചൊരു വിഷയമാണ് 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ ഒരു സ്ത്രീയുടെ വയറിനകത്ത് കത്രിക വെച്ച് തുന്നിക്കെട്ടിയ ഒരു വിഷയം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് നീതി കിട്ടിയോ എന്നുള്ള കാര്യം. നമ്മളിപ്പോൾ നിലവിൽ ആ വിഷയത്തിലെ പരാതിക്കാരിയായ ഹർഷീന ഇത്തയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇത്തയോട് തന്നെ ചോദിക്കാം ഇത്തയ്ക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ പ്രേക്ഷകരും ചോദിക്കുന്ന കാര്യമാണ്, ഇത്തയ്ക്ക് നീതി ലഭിച്ചിട്ടുണ്ടോ? നീതി ഇതുവരെ നീതിയുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവം അറിഞ്ഞത് നമ്മൾ 5 വർഷം കഴിഞ്ഞിട്ടാണ്. ഇത്രയും വലിയൊരു സംഭവം നമ്മളെ വയറിലുണ്ട് എന്നുള്ളതും, ഇത്രയും കാലം ഒരു മനുഷ്യന് സഹിക്കാവുന്ന പരമാവധി വേദനകളും പ്രയാസങ്ങളും സഹിച്ചു. ഒരുപാട് ചികിത്സകൾ തേടി അവസാനമാണ് ഇത് കണ്ടെത്തി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആരോഗ്യമന്ത്രിക്കും കൊടുക്കാവുന്ന എല്ലാ ഇടങ്ങളിലും പരാതിയായിട്ടും കൊടുത്തു. കുറഞ്ഞ ദിവസത്തിനുള്ളിൽ പരിഹാരം എന്തായാലും ഉണ്ടാവും. കാരണം ഒരിക്കലും ഒരു കത്രിക അല്ലെങ്കിൽ ആർട്ടറി ഫോർസെപ്സ് വയറിൽ വെക്കാൻ പാടുള്ളതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പം അത്രയും വയറിൽ വെച്ചതും 5 വർഷം അതിൻ്റെ കഠിന പ്രയാസങ്ങൾ അനുഭവിച്ച ഒരാൾക്ക് നീതി ഉടൻ ഉറപ്പാക്കും എന്ന് പറഞ്ഞിട്ട് പലവിധ അന്വേഷണങ്ങൾ നടന്നു. അവസാനം പോലീസ് അന്വേഷിച്ച് കുറ്റപത്രം വരെ സമർപ്പിച്ചു കഴിഞ്ഞു. എന്നിട്ട് നീതി ലഭിക്കാത്ത രൂപത്തിൽ തെരുവിലിറങ്ങി സമരം ചെയ്തു. ഒരു വിധത്തിലും നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ 110 ദിവസത്തോളം മൊത്തത്തില് തെരുവിലിറങ്ങി ഈ വേദനകളും പ്രയാസങ്ങളും ഇപ്പോഴും സഹിച്ചുകൊണ്ട് അതിനുശേഷം വീണ്ടും ഒരു സർജറി ആ ഒരു സ്ഥലത്ത് തന്നെ വീണ്ടും അവിടെ ഒരു ഗ്രോത്ത് വന്നൊരു സർജറി ചെയ്യേണ്ടി വന്നു. ഇനി മരണം വരെ എത്ര സർജറികൾ വേണ്ടി വരും എന്നുള്ളത് പോലും ഒരു നിശ്ചയവുമില്ല. ഡോക്ടേഴ്സ് പോലും പറയുന്നു നമുക്കൊന്നും പറയാൻ കഴിയില്ല എന്താവും എന്നുള്ളതാണ്. ഇപ്പോഴും അതിന്റെ വേദനയും പ്രയാസവും സഹിച്ചുകൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഒരു നീതി ഇതുവരെ ഉറപ്പായിട്ടില്ല. നമുക്ക് അനുകൂലമായിട്ട് ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നീതി ലഭിക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ടവരൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോഴും നീതിക്ക് വേണ്ടി അലയുക എന്ന് തന്നെ പറയാം. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നുള്ളൂ. ഒരുപാട് പ്രയാസങ്ങൾ വേദനകളും സഹിച്ചുകൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ 2017 അല്ലെ 2017 മൂന്നാമത്തെ പ്രസവമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് സത്യത്തിൽ സംഭവിച്ചത്? 2017 നവംബർ 30-നാണ്. അത് മൂന്നാമത്തെ പ്രസവമായിരുന്നു. 2 പ്രസവവും താമരശ്ശേരി താലൂക്ക് ഹോസ്പിറ്റലായിരുന്നു. അങ്ങനെ ഇത് പെട്ടെന്ന് അവിടെ ഡോക്ടേഴ്സ് ഇല്ലാത്തൊരു സമയം കൊണ്ട് പൊലച്ചൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. മൂന്നാമത്തെ സിസേറിയൻ ആയതുകൊണ്ടുകൂടെ മെഡിക്കൽ കോളേജിലേക്ക് പെട്ടെന്നാണ് പോകാൻ പറഞ്ഞത്. അങ്ങനെ അന്ന് രാവിലെ അവിടെ എത്തി. അവിടുന്ന് കുറേ സമയം നിന്നിട്ട് പിറ്റേന്ന് പുലർച്ചെ 1 മണിക്കാണ് 1:30 മണിക്ക് അങ്ങനെയാണ് ഈ ഒരു സിസേറിയൻ നടക്കുന്നത്. അത് കഴിഞ്ഞ് അന്നും സിസേറിയൻ കഴിഞ്ഞു. പ്രസവം അതിൻ്റെ കൂടെ നിർത്തുകയും ചെയ്തു. 3 സിസേറിയൻ ആയതുകൊണ്ടല്ലോ. അങ്ങനെ വേദന ഈ ഒരു അനസ്തേഷ്യ എഫക്റ്റ് കിട്ടും മുതൽ വേദനകൾ ഇങ്ങനെ തുടങ്ങി. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചു മൂന്നാമത്തും സിസേറിയൻ ആയതുകൊണ്ടുള്ള ഒരു പ്രയാസമായിരിക്കും, മൂന്നാമത്തെ സിസേറിയൻ അത്രയും ബുദ്ധിമുട്ടാവും എന്നൊക്കെ ഡോക്ടേഴ്സ് ഒരുപാട് പേടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതിൻ്റെ പ്രയാസമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഡോക്ടേഴ്സിനോട് അധികം ഒന്നും പറഞ്ഞില്ല. എന്നാലും വേദനൻ്റെ പ്രയാസമൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ മൂന്നാമത്തെ സിസേറിയൻ ആണെന്നുള്ള രൂപത്തിൽ അവരും അങ്ങനെ തന്നെ തള്ളിവിട്ടു. പിന്നെ ഒരുപാട് പാരസെറ്റമോളും മരുന്നുകളൊക്കെ തന്നു. പിന്നെ 5 ദിവസം കഴിഞ്ഞ് സാധാ സിസേറിയൻ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്ന പോലെ തന്നെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ടും വേദനകൾക്കൊന്നും ഒരു കുറവുമില്ല. 2 മാസം കഴിഞ്ഞു. ഓവർ ബ്ലീഡിങ്ങും ഒരു സഹിക്കാനാവാത്ത ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു 3 സിസേറിയൻ കൊണ്ടുള്ള പ്രയാസമായിരിക്കും. പിന്നെ ഒരു ഇൻഫെക്ഷനായിട്ട് വജൈനൽ ഇൻഫെക്ഷനായിട്ട് വന്നു. ഇത് 3 പ്രാവശ്യം തുടരെ വന്നു. അങ്ങനെ അവസാനം ഒരു ഗ്ലാൻഡ് തന്നെ ആ ഒരു കാരണത്താൽ ഒഴിവാക്കേണ്ടി. പിന്നെയും കാലങ്ങൾ കുറേ വിവിധ തരം ചികിത്സകളുമായിട്ട് നടന്നു. അങ്ങനെ അവസാനം ഈ ഒരു സാധനം വയറിൽ കിടന്നിട്ട് പൊസിഷൻ മാറിയിട്ട് ബ്ലാഡറിലേക്ക് കുത്തി നിന്നിട്ട് യൂറിനൽ ഇൻഫെക്ഷൻ ആയിട്ട് തുടങ്ങി. അങ്ങനെ 6-7 മാസം ഭയങ്കര പ്രയാസമൊക്കെ ആയിട്ട്
ഡോക്ടറെ കാണിക്കും, ആൻറ്റിബയോട്ടിക് വരും. അങ്ങനെ പിന്നെ ഇൻഫെക്ഷൻ കൂടാന്നല്ലാണ്ട് കുറയുന്നില്ല. യൂറിനൽ ഇൻഫെക്ഷനാന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ മരുന്നുകൾ കഴിച്ച് അവസാനമാണ് ഇക്ര ഹോസ്പിറ്റലിൽ പോകുന്നതും അവിടുന്ന് CT സ്കാൻ എടുത്തിട്ട് ഇങ്ങനെ എന്തോ ഒരു ലോഹം ഉണ്ടെന്ന് പറയുന്നതും പിന്നെ വീണ്ടും 2022 സെപ്റ്റംബർ 17 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ അവർ വയറിന്ന് പുറത്തേക്ക് എടുത്തപ്പോൾ മാത്രമാണ് നമ്മളും അവരും എല്ലാവരും അറിയുന്നത് ഒരു ആർട്ടറി ഫോർസെപ്സ് 5 ഇഞ്ച് വലിപ്പമുള്ള, അതായത് 12.5 സെൻറ്റിമീറ്ററും 6.1 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു വലിയൊരു ആർട്ടറി ഫോർസെപ്സ് പത്രിക രൂപത്തിലുണ്ട്. അങ്ങനെ അന്ന് അറിഞ്ഞത് ശേഷം ഭയങ്കരമായ വലിയ ഒരു ഓപ്പറേഷനും കൂടാണ് അത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ഓപ്പറേഷൻ്റെ സഹിക്കാനാവാത്ത പ്രയാസങ്ങൾക്ക് കഴിഞ്ഞ ഒരു 10 ദിവസത്തിന് ശേഷമാണ് ഞാൻ ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുക്കുന്നതും അതിന് ഉടൻ പരിഹാരം പറഞ്ഞതും. അവർ അന്വേഷണങ്ങൾ ആരംഭിച്ചു, പലതരം അന്വേഷണങ്ങൾ നടത്തി, അതിലൊന്നും വ്യക്തതയില്ല, ഇതായിരുന്നു കുടുങ്ങി എന്നുള്ള വ്യക്തതയില്ല, അങ്ങനെയാന്ന് പറഞ്ഞു. ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലാവുന്ന എല്ലാ വ്യക്തമായ തെളിവുകളും ഉണ്ടായിട്ട് അവരങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് അവസാനം നീതി ലഭിക്കൂല എന്ന് ഉറപ്പായതിനു ശേഷമാണ് ഞാൻ മെഡിക്കൽ കോളേജിന് മുന്നിൽ ഫെബ്രുവരി 28 2023 ഫെബ്രുവരി 28 പോയി സമരത്തിലിരുന്നു. ഫെബ്രുവരി 26 അങ്ങനെ 6ാമത്തെ ദിവസം ആരോഗ്യമന്ത്രി നേരിട്ട് സമരപ്പന്തലിൽ വന്നു. എനിക്ക് ഉറപ്പ് തന്നു നഷ്ടപരിഹാരവും ഇതിനൊരു ഡോക്ടേഴ്സിനെതിരെ ഉള്ള കുറ്റം അവരെ വേണ്ട നിയമ നടപടികളൊക്കെ ഉറപ്പ് തന്നു പോയിട്ട്. പിന്നെ അതിനൊരു മറുപടി ഇല്ലാതായപ്പോഴാണ് പിന്നെ പോലീസിൽ കേസ് കൊടുത്തു. അവർ അന്വേഷിച്ചു. നമ്മൾ 100 ദിവസത്തോളം 104 ദിവസത്തോളം വീണ്ടും സമരത്തിലിരുന്നു. അപ്പോഴൊക്കെ സർക്കാരും ആരോഗ്യമന്ത്രിയും എല്ലാവരും ഹർഷിനന്റെ കൂടെയാണ്. ഹർഷിനക്ക് നീതി ഉറപ്പാക്കുന്ന വാക്കുകളാൽ വെറുതെ പറയാന്നല്ലാണ്ട് ഇതുവരെ നമുക്ക് പ്രവൃത്തിയിൽ ഇതുവരെ ഒരു ഹെൽപ്പും വന്നിട്ടില്ല, അവർ ചെയ്തിട്ടുമില്ല. പറയുമ്പോൾ ഒക്കെ ഹർഷിനക്ക് മുഖ്യമന്ത്രി അടക്കം പറഞ്ഞതാണ് അവരുടെ കാര്യത്തിൽ പരിഹാരം ഉണ്ടാവും, അവർക്ക് നീതി ഉറപ്പാക്കേണ്ടതാണ്, അവരുമായിട്ട് ആളുകൾ സംസാരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഒരു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇന്ന് വരെ ഈ നിമിഷം വരെ ഒരു പരിഹാരമായിട്ടില്ല. ഇപ്പോഴും വീണ്ടും ഒരു സർജറി അതിനെ തുടർന്ന് ചെയ്യേണ്ടായി. സാമ്പത്തികമായിട്ട് എല്ലാ വിധത്തിലും ഞങ്ങളെ തകർന്ന്, ഞങ്ങളുടെ കുടുംബം തന്നെ ശരിക്കും തകർന്നു. ഹസ്ബൻഡിന്റെ ജോലിയും ബിസിനസ്സും ഒക്കെ നശിച്ചു. പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം, ഇപ്പോഴും ഞാൻ ശരിക്കും കുട്ടികളെ നോക്കി അവരെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. ഞാൻ നന്നൊരു ആള് ഇങ്ങനെ ഉണ്ട് എന്നല്ലാണ്ട് ഫ്രെയിം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അത്രയും വേദനകളും പ്രയാസങ്ങളും. പിന്നെ ഇതൊക്കെ ബാധിക്കുന്ന നമ്മളെ മനസ്സിനാണല്ലോ. അപ്പം മാനസികമായിട്ട് അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അപ്പോൾ എന്തോ ഒരു പടച്ചോന്റെ കാവലുള്ളത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും ജീവിച്ചു പോകുന്നത്. അപ്പൊ ഇതിനൊരു പരിഹാരം ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് അവർക്ക് നമുക്കൊരു നീതി ഉറപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് കോടതിയിലായിരുന്നു പ്രതീക്ഷ. എന്തായാലും പോലീസ് അത്രയും സമർത്ഥമായിട്ട് അത് തെളിയിച്ച് കുറ്റപത്രം സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ റിപ്പോർട്ട് സമർപ്പിച്ചാൽ ഉടൻ നടപടി എന്ന് വരെ ആരോഗ്യമന്ത്രി റിപ്പോർട്ടും കഴിഞ്ഞു, കുറ്റപത്രവും സമർപ്പിച്ചു കഴിഞ്ഞു. വിചാരണ തുടങ്ങാനിരിക്കുമാണ് ഈ പ്രതികളാണ് ആയ ഡോക്ടേഴ്സും നഴ്സുമാരും ഹൈക്കോടതിയിൽ പോയിട്ട് അവര് ഹർജി കൊടുത്തു. ഗവൺമെന്റ് പ്രോസിക്യൂഷനാണ് നമുക്ക് വേണ്ടി വാദിക്കേണ്ടിയിരുന്നത്. അവരുടെ വാദം എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു സ്റ്റേ കൊടുത്തിരുന്നത്. അത് സ്റ്റേ കൊടുത്ത് കഴിഞ്ഞ് നോട്ടീസ് വന്നപ്പോൾ മാത്രമാണ് നമ്മൾ പോലും അറിയുന്നത് സ്റ്റേ ആയി എന്നുള്ളത്. അപ്പോൾ ഹൈക്കോടതിയിലൊക്കെ ഒരു കേസ് സ്റ്റേ ആയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും നമ്മളെ വാദം കേട്ടിട്ട് ഇനി ആ സ്റ്റേ റിലീസ് ആക്കി എടുക്കണമെങ്കിൽ. അപ്പൊ അത്രയും നമ്മള് ഒരുപാട് പ്രയാസത്തിൽ, നമുക്ക് ഈ ഒരു കേസ് നടത്താനൊക്കെ ഉള്ള ഒരു സാമ്പത്തിക ചെലവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്ക് സമരസമിതി, ശക്തമായ ഒരു സമരസമിതി നമ്മളെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്, ഒരുപാട് നല്ല മനുഷ്യരും കൂടെ ഉള്ളത് കൊണ്ടാണ് സാമ്പത്തികമായിട്ടും നമ്മളിപ്പോൾ രക്ഷപ്പെട്ടു പോകുന്നത്. പിന്നെ നമ്മളെ ചികിത്സക്കും ഒക്കെ പ്രയാസം വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ചികിത്സിക്കാൻ പോവലില്ല. ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ എത്തുന്ന രോഗികൾ ഓരോരുത്തരും തങ്ങളുടെ ജീവിതം ആശുപത്രിയിലെ ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും എല്ലാം കൈകളിൽ വിശ്വസിച്ചേൽപ്പിക്കുന്നവരാണ്. എന്നാൽ ഇവരുടെയൊക്കെ അശ്രദ്ധ കാരണം പലപ്പോഴും ആ രോഗിക്ക് അനുഭവിക്കേണ്ടി വരുന്നത് ഒരായുഷ്കാലത്തിന്റെ വേദനയാണ്. ഞാൻ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുകയല്ല. എന്നാൽ കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്ത ചെയ്ത അനുശ്രീയുടേതുപോലെ, ഹർഷിന താത്തയുടേതുപോലെ ഡോക്ടർമാരുടെ അശ്രദ്ധ കാരണം ഒരായുഷ്കാലത്തിന്റെ വേദന തിന്നേണ്ടി വന്ന ആയിരക്കണക്കിന് രോഗികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവർക്ക് നീതി ലഭ്യമാകണം. ഹർഷിന താത്ത കഴിഞ്ഞ 8 വർഷക്കാലമായി നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ്. 5 വർഷത്തോളമാണ് ആ സ്ത്രീയുടെ വയറിനകത്ത് എന്താണെന്ന് പോലും അറിയാതെ ഒരു കത്രിക, ആ കത്രികയുടെ വേദന തിന്നുകൊണ്ട് 5 വർഷക്കാലമാണ് ആ സ്ത്രീക്ക് ജീവിക്കേണ്ടി വന്നത്. 2022 കത്രികയാണെന്ന് തിരിച്ചറിയുന്നു, അതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രക്രിയ നടത്തി അത് പുറത്തെടുക്കുന്നു. എന്നാൽ ഇന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്ന വേദനയ്ക്ക് പരിഹാരമായിട്ടില്ല. അവർക്ക് അർഹതപ്പെട്ട നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ല. ഇവർക്ക് നീതി ലഭ്യമാവുക തന്നെ വേണം.
അതിനുവേണ്ടി എത്ര കാലം പോരടിക്കേണ്ടി വന്നാലും താൻ പോരടിക്കും എന്നാണ് ഹർഷിന പറയുന്നത്. കോഴിക്കോട് താമരശ്ശേരിയിൽ നിന്നും അൻവറിനൊപ്പം നിഖിൽ കക്കാടത്ത്, മറുനാടൻ TV.